ഈ സർക്കാരിൻ്റെ കാലത്ത് 4702 മിന്നൽ പരിശോധനകൾ, 1192 പ്രാഥമിക അന്വേഷണം, 257 വിജിലൻസ് അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 140 ട്രാപ്പ് കേസുകൾ ഉൾപ്പെടെ 425 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 148 പേർ അറസ്റ്റിലായി. ഈ വർഷം 2024 മെയ് വരെ 16 ട്രാപ്പ് കേസുകളും വിവിധ സർക്കാർ വകുപ്പുകളിലായി 4 സംസ്ഥാനതല മിന്നൽ പരിശോധനകൾ ഉൾപ്പെടെ 593 മിന്നൽ പരിശോധനകളും 56 വിജിലൻസ് കേസുകളും 30 വിജിലൻസ് എൻക്വയറികളും 130 പ്രാഥമിക അന്വേഷണങ്ങളും 56 രഹസ്യാന്വേഷണങ്ങളും രജിസ്റ്റർ ചെയ്തു. പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്നതും അവരുടെ ക്ഷേമത്തിനും ദുരിത നിവാരണത്തിനുമായി പ്രവർത്തിക്കുന്നതുമായ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ തുടങ്ങിയ വകുപ്പുകളിൽ വിജിലൻസ് ജാഗ്രതയോടെയാണ് ഇടപെട്ടു വരുന്നത്. അഴിമതി ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് പല നിയമവ്യവസ്ഥകളും സംവിധാനങ്ങളും നിലവിലുണ്ട്. എന്നാൽ അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് പൊതുജന പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണ്. ഈ കാഴ്ചപ്പാടോടെ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിവിധ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും ഒക്കെ സഹകരണത്തോടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അണിനിരത്തി ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ചു വരികയാണ്. അഴിമതി കേസുകളിൽ വിചാരണ ത്വരിതപ്പെടുത്തുന്നതിലേക്കായി കൊല്ലം ആസ്ഥാനമാക്കി ഒരു വിജിലൻസ് കോടതി സ്ഥാപിക്കുന്നതിനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ തയ്യാറാക്കിയ അഴിമതി സൂചികയിൽ രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയത് ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായി നിലനിൽക്കാൻ കഴിയുന്നത്.